നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പച്ചടിയാണേ. നമ്മൾ സദ്യക്കൊക്കെ വയ്ക്കുന്ന ടൈപ്പ് ഒരു ഇഞ്ചി പച്ചടിയാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ പലതരം സാധനങ്ങൾ കൊണ്ട് നമ്മൾ പച്ചടി ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഇഞ്ചി പച്ചടി. ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരുപാട് ടൈമും വേണ്ട, ഇൻഗ്രീഡിയൻസും വളരെ കുറവ് മതി. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പച്ചടിയുമാണിത്. നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന്. ഞാനിവിടെ ഒരു വലിയ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 2 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ സവാളയുടെ ഒരു ചെറിയ പീസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ആവശ്യത്തിന് കറിവേപ്പില, അരയ്ക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും വേണം. പിന്നെ നമുക്കിതിലേക്ക് ഒഴിക്കാനായിട്ട് തൈര് വേണം. പച്ചടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല കട്ടിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും പച്ചടിക്ക് ഏറ്റവും ടേസ്റ്റ്. നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ജീരകം ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ജീരകം ചേർക്കുന്നുണ്ട്. ഇത് ആദ്യം ഒന്ന് കറക്കിയെടുത്തിട്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഈ അരഞ്ഞു വന്ന മിക്സിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. കടുകൊക്കെ ഒരുപാട് അരഞ്ഞു പോയാൽ ചിലപ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും. ഇപ്പം നമ്മുടെ അരപ്പ് തയ്യാറായി കഴിഞ്ഞു. തേങ്ങയും ജീരകം നല്ലപോലെ അരച്ചിട്ട് അതിലേക്ക് കടുകിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഇത് അരച്ചിട്ടില്ല. ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം കടുക് ചേർക്കാം. നമ്മൾ ഓൾറെഡി കടുക് അരച്ചിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് കടുക് ഇതിലേക്ക് ചേർത്താൽ മതിയാവും. ഇപ്പോൾ കടുകൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിൽ. ഇനി ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ശരിക്കും നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വരണം. ഏകദേശം ഒരു വറുത്ത് വരുന്ന അവസ്ഥയിലേക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫ്ലെയിമൊക്കെ കൂടിപ്പോയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ആവശ്യത്തിനൊന്ന് വഴന്ന് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാകം. ഈ ഒരു കളർ എത്തുന്നത് വരെ നമ്മളിത് നല്ലപോലെ വഴറ്റണം. ഇനി വഴറ്റിയതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കടുകും ചേർത്തിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് അത്യാവശ്യം വറ്റി വരണം. പിന്നെ ഈ മിക്സ് നല്ലപോലെ നമ്മളുടെ ഇഞ്ചിയിലൊക്കെ ഒന്ന് പെരണ്ട് വരുന്നത് പോലെ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനതിലേക്ക് ഒരല്പം വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ അരപ്പ് ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ഈ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ഈ മിക്സ് എല്ലാം എല്ലാത്തിലും ഒന്ന് നല്ലതുപോലെ പെരണ്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ കടുക് ചെറുതായിട്ടൊന്ന് ചതച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. മിക്സിയിലിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. കല്ലിലൊന്ന് ചെറുതായിട്ട് ചതച്ച് ചേർത്താലും മതിയാവും. ഇപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിനൊന്ന് വറ്റി നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി നമ്മുടെ ഈ മിക്സിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. എൻ്റെ കയ്യിലുള്ള തൈര് ഒരുപാട് കട്ടിയുള്ളതല്ല. ഇപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള തൈരുണ്ടെങ്കിൽ പച്ചടിക്കൊക്കെ ഏറ്റവും ടേസ്റ്റ് അതായിരിക്കും കേട്ടോ. പിന്നെ നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ തൈര് കുറച്ച് കട്ടി കുറഞ്ഞതായതുകൊണ്ടാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരേ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ പച്ചടിയൊക്കെ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൈര് ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. തൈര് തിളച്ച് പോയി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് വരും. അപ്പം നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റേ വളരെ ഡിഫറെൻ്റ് ആയി പോവും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു പച്ചടി തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി പച്ചടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.